मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇന്ന് നിന്നെ ഞാൻ വിടില്ല. എങ്ങോട്ടാണ് ഓടുന്നത്? നിക്കവിടെ. അയ്യോ എന്റെ അമ്മക്ക് താഴെ എങ്ങനെ ഓടിക്കുന്നേ? അയ്യോ വല്ലാത്തൊരു കഴുതയാണല്ലോ. സ്വയം ഒരു കഴുതയായിട്ട് പോലും മറ്റൊരു കഴുതിട്ട് ഇങ്ങനെ തല്ലാവോ? നീ ഒരു കഴുതയല്ല. ഇല്ലില്ല, എല്ലാരും പറയാറുണ്ടല്ലോ ഞാനൊരു കഴുതയാണെന്ന്. കഴുതകള് നിന്നെ പോലെ അങ്ങനെ മണ്ടന്മാരായിരിക്കില്ല. നീ താഴെ ഇറങ്ങ്. എടോ ഞാനങ്ങനെ മണ്ടനൊന്നും അല്ല, ചെറിയൊരു കഴുതയാണെന്നേ ഉള്ളൂ. ഇതാ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നീ ഓരോ കഴുതകളുടെ പേര് ചീത്തപ്പേരാക്കുന്നത്. ഇറങ്ങി വാടാ. നോക്കുന്നേ കണ്ടില്ലേ? ഇറങ്ങി വാടാ. നീ ഒരിക്കലും ഒരു കഴുതയാവില്ല. ചലഞ്ചാണോ? എന്നാ പിന്നെ ഞാൻ നിന്നേക്കാൾ നല്ലൊരു കഴുതയാണെന്നുള്ള കാര്യം കാണിച്ചു തന്നേക്കാം. പ്രോമിസ്. പോടേ 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 പൊക്കോ. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എന്റെ കൈ കിട്ടും. അന്നറിയും ഞാൻ ആരാണെന്ന്. പറഞ്ഞ കേട്ടോ? കഴുതകൾ സാധാരണ എന്തൊക്കെയാ ചെയ്യാറുള്ളതെന്ന് ഇന്ന് മുതൽ ഞാൻ നിന്നെ കണ്ടാ പഠിക്കാൻ പോകുന്നത്. അത് ശരി, അപ്പൊ കഴുതകൾ പുല്ലാണ് തിന്നാറല്ലേ? നീ ഇങ്ങനെ കാലോണ്ട് തൊഴിച്ച് ഓടാറുണ്ടല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? നിന്നേക്കാൾ നല്ലൊരു കഴുതയാണ് ഞാനെന്ന് തെളിയിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. കണ്ടോ? പുതിയ അലാറം വല്ല വന്നോ? നീ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു കഴുതയാണ്. അത് മനസ്സിലായി. പക്ഷെ നേരം വെളുത്ത 6 മണിക്ക് അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സംശയമുണ്ടോ? എന്നോട് ഒരു കഴുത ചലഞ്ച് ചെയ്തിരിക്കുക. ഞാനൊരു കഴുതയല്ലെന്ന് അവൻ പറഞ്ഞത്. ഏത് കഴുതയാ മണ്ടത്തരം പറഞ്ഞത്? ആ കറുത്തയാണോ? അല്ലയോ അല്ല, ഇത് ശരിക്കുള്ള കഴുതയാ പറഞ്ഞത്. ഞാൻ അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കഴുതയാണെന്ന് എനിക്ക് അവന്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കണം. ഒരു മിനിറ്റ്, ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ശരിക്കൊരു കഴുതയാണെന്ന് നിങ്ങൾക്ക് 3 പേർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതിരാവിലെ തന്നെ ഏത് ഭൂതം ഇവന്റെ കൂടെ കൂടിയത്? എടാ ഇത് പഴയ ഭൂതം തന്നെയാണ്. ഹണിക്കാണ് പുതുതായിട്ട് തോന്നുന്നത്. ഈ ഭൂതം മിക്കവാറും നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കുളവാക്കും. സംശയമുണ്ടോ? കൂട്ടുകാരെ വേഗം വരൂ. അയ്യോ എന്റെ ചെടികൾ. കഴുത സാധാരണ പുല്ലാണ് തിന്നാറ്. ഞാനൊരു വലിയ കഴുതയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ചെടികളാ കഴിച്ചത്. എന്റെ ഗാർഡൻ മുഴുവൻ നശിപ്പിച്ചല്ലോ. ഇന്നലെ പോയ കറണ്ട് അതിരാവിലെ വന്നു. ഏതോ ഒരു കഴുത എന്റെ ചെടി മുഴുവനും തിന്നു. ആ കഴുത ഞാൻ തന്നെയാണ്. പക്ഷെ ഇത് രാവിലെ അല്ല തിന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ അത് മൊത്തം തിന്നു തീർത്തു. ഞാൻ കഴുതാന്നെല്ലാരും സമ്മതിച്ചല്ലോ. സാറേ, ഈ കഴുത 2 എണ്ണം കിട്ടിയാലേ പഠിക്കുള്ളൂ. കഴുതകൾക്കാണെങ്കിൽ അടികൊണ്ട് നല്ല ശീലമാണല്ലോ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. തല്ലിക്കൊന്നേ, തല്ലിക്കോ കൊച്ചലിയാ. തല്ലിക്കോ. ഓഫീസിലെ ഓണാഘോഷ പരിപാടിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നു. ആ റോസപ്പൂ തിന്നപ്പോ എന്റെ ആ ലില്ലിയെങ്കിലും ഒന്ന് വെറുതെ വിടാമായിരുന്നു. കൂട്ടുകാരെ, ഈ ഹണി എന്തെങ്കിലും അബദ്ധം കാണിക്കാൻ സാധ്യതയുണ്ട്. വേഗം വാ. ഇവിടെ വരൂ. എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇവിടെ വരൂ. ഓട്ടോ
നിർത്തൂ, നിർത്താറല്ലേ പറഞ്ഞത്? ചേട്ടാ ഒബ്രുമാളിലേക്ക് പോയിക്കോളൂ. ഒന്ന് നിൽക്കൂ, ഇവിടെ വരൂ. ഇത് ചതിയാണ്. ഈ ഓട്ടോ ഞാൻ വിളിച്ചു നിർത്തിയതാണ്. അങ്ങോട്ട് നോക്കൂ, അത് 4 പെട്ടിയാണ്. എനിക്കത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ട്. വേറെ ഓട്ടോ കിട്ടില്ല, എനിക്ക് ഈ ഓട്ടോ വേണം. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്, ബോക്സർ. ഞാനാണ് ആദ്യം കയറിയിരുന്നത്, ഞാൻ തന്നെ പോകും. ചേട്ടാ പോയിക്കോ, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ക്വാക്ക്, ക്വാക്ക്. ഓ ഓ ഓ ഓ ഉം, ഓ ഓ ഓ ഓ ഓ ആ, ആഹാ കൊള്ളാലോ, താങ്കൾ വളരെ സ്ട്രോങ് ആണല്ലോ. അതെനിക്കറിയാം, പക്ഷേ വളരെ സങ്കടത്തിലാണ്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ കാർ കേടായി പോയി. ഓട്ടോ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മരുന്നുകളുടെ ഈ പെട്ടിയും കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇത്രയുള്ള കാര്യം. ഈ പെട്ടിയൊക്കെ എന്റെ പുറത്തെടുത്ത് വെച്ചോന്നേ, ഞാനത് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാം. നീ പൂച്ചയാണ്, അല്ലാതെ കരുതിയൊന്നുമല്ല ഇത്രയ്ക്ക് വലിയ ഭാരം ചുമക്കാൻ. ഡേച്ചു, ഡേച്ചു, ഡേച്ചു. എന്താ ഇത്? അതായത് ഞാനൊരു കഴുതയാണെന്നുള്ള കാര്യം തെളിയിക്കുകയായിരുന്നു. ശബ്ദം കേട്ടില്ലേ? ഇനി എന്റെ ശക്തി കണ്ടോളൂ. ഇതെല്ലാം എന്റെ പുറത്തെടുത്ത് വെച്ചോ. വെച്ചോളൂ, വെച്ചോളൂ. ഓ, 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 ഓ. എന്റെ ഭാരം പകുതി കുറഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഈ ഭാരം നിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടിയിരിക്കുകയാണ്. ഒരു ബോക്സ് ഞാൻ എടുത്തോളാം. ഞാൻ കഴുതയാണ്, എല്ലാ ഭാരം എന്നെ കൊണ്ട് ചുമക്കാൻ പറ്റും. വെച്ചോളൂ, വെച്ചോളൂ. വേണമെന്നുണ്ടെങ്കിൽ ബാലു ഡോക്ടറും കയറിക്കോ, അതും എനിക്ക് പ്രശ്നമില്ല. അത് ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓ. ഇവിടെ വരൂ. ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ സാധനങ്ങളെല്ലാം അവന്റെ പുറത്ത് വയ്ക്കണമെന്ന്. എന്നിട്ട് എന്നോടും കയറിയിരുന്നോളാൻ പറഞ്ഞു. അയ്യോ ഡോക്ടർ ബാലു, ഇവന് കഴുതയാണ്, പക്ഷെ ഡോക്ടർക്ക് ബുദ്ധിയുണ്ടല്ലോ. എന്റെ ഹണി, നീ ഇത്രയും ബോക്സ് പുറത്ത് വെക്കാൻ നീ എന്തിനാ പറഞ്ഞേ? കാരണം ഞാനൊരു കഴുതയാണെന്നുള്ള കാര്യം തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എടാ, നേരത്തെ തന്നെ തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അതെ, നീ ഒരു കഴുതയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കാര്യം അംഗീകരിക്കുന്നത് നിങ്ങൾ മാത്രമല്ലേ. പക്ഷെ ഞാൻ ഈ ലോകം മുഴുവൻ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരൂ ഹണി. കാട്ടിൽ ആനകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന കെണി. നീ ഒരു കഴുതയാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് വരെ നീ ഒരു ഒന്നാം തരം കഴുതയാണെന്നാണ് ശരിക്കും തെളിയുന്നത്. കൺഫേം ആണോ? നോക്കിയല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. രാവിലെ മുതൽ നീ കഴുതകളെ പോലെ അല്ലടാ പൊട്ടാ പെരുമാറുന്നത്. ഡേച്ചു, ഡേച്ചു, ഡേച്ചു. അപ്പൊ ഞാൻ ശരിക്കും കഴുതയായി മാറിയെന്ന് ആ കഴുതയോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ഞാൻ കഴുത, ഞാൻ കഴുത, ഞാൻ കഴുതയാണ്, ഞാൻ കഴുതയാണ്, 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 കഴുതയാണ്. ഹണി, നിക്ക്. ആ, ആ, ഓട്ടോ, ഓട്ടോ, ഇവിടെ വരൂ, നിർത്തൂ. കൂട്ടുകാരെ, അവൻ എങ്ങോട്ടാ ഈ പോയത്? ഇങ്ങോട്ട് വരുന്നതാണല്ലോ കണ്ടത്. നിനക്ക് കിട്ടിയോ? ആ കിട്ടി. ഇവിടെ എവിടെ അടുത്ത് നല്ല സമോസ ഉണ്ടാക്കുന്നുണ്ട്. എടാ, ഭക്ഷണത്തിന്റെ മൂക്കൊന്ന് അടച്ചു വെച്ചിട്ട് സൗഹൃദത്തിന്റെ മൂക്കൊന്ന് തുറക്ക്. നീ ഹണിയുടെ മണം പിടിക്കാനാ പറഞ്ഞത്. അവന്റെ ഒരു സമൂസയും CID മൂസയും. അയ്യോ, നിന്നെ കൊണ്ട് ഞാനെങ്കിൽ തോറ്റെന്റെ സോർദാറെ. നേരെയാണ് പോയിരിക്കുന്നത്. കഴുതയുടെ നല്ല മണം കിട്ടുന്നുണ്ട്. അത് ഹണി തന്നെ ആയിരിക്കും. അവന്റെ മണം പോലും ഇപ്പൊ കഴുതയുടെ കൂട്ടായിരിക്കുക. വേഗം വാ, അവൻ കഴുതയായിട്ട് വേറെ അബദ്ധമൊന്നും കാണിക്കാതെ നോക്കണം. അല്ല, നീ എന്താ ഈ തിന്നുന്നത്? കഴുതകളൊക്കെ ഇതാ തിന്നാറ്. അത് ശരി, എന്നാ പിന്നെ ഞാനും തിന്നും. ഞാനും കഴുതയാണല്ലോ. ഡാ, എന്റെ മൂഡ് അത്രക്ക് ശരിയല്ല. എന്നെ വീണ്ടും മൂടോട്ടാക്കരുത്. എന്നാ പിന്നെ ഞാൻ കഴുതയാണെന്ന് നീയൊന്ന് അംഗീകരിക്കുന്നേ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ഡേച്ചു, 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 ഡേച്ചു. അയ്യോ, വയലിൽ കഴുത കയറിയേ. ഓടാ. കേട്ടില്ലേ? വയലിൽ കഴുത കയറിയിട്ടുണ്ടെന്ന്. അതായത് നീയും പിന്നെ ഞാനും. ആ ശരി ശരി, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ് ഓടിക്കോളാം. നീ വലത്തല്ല നിൽക്കുന്നേ, നീ വലത്തോട്ട് ഓടിക്കോ. ഓടാ വേഗം. ഓടിക്കോ. ഓക്കേ. ഓടാ, ഓടാൻ, ഓട്. അയ്യോ, വയലിൽ കഴുത കയറിയേ. ഞാൻ തന്നെ കഴുത. ഞാനാ നിങ്ങളുടെ വിളവ് മൊത്തം തിന്നത്. മാത്രമല്ല ഞാനാ നേരത്തെ കരഞ്ഞതും. ഡേച്ചു, ഡേച്ചു, ഡേച്ചു.
അയ്യോ നിക്കണേ ഒന്ന് നിക്കണേ ചേട്ടാ, എന്തിനാ അവനെ തല്ലാൻ ഓടിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ വയലിലെ വിളകൾ മൊത്തം തിന്നുകയായിരുന്നു. എന്നാ പിന്നെ കഴുതയും തല്ലിക്കൂടെ? അതും തിന്നുമല്ലായിരുന്നോ? ഓടിക്കോ. എന്റെ അമ്മച്ചി. വല്ലാത്ത അടിയായി പോയി കിട്ടിയത്. അയ്യോ. ഇത് പോരാടിയല്ലേ കിട്ടിയുള്ളൂ. ചിന്തിക്ക്, എങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ തവണയും അടി കിട്ടിയേനെ. ഓടിച്ചിട്ട് അവർ തല്ലുമായിരുന്നു. പിന്നെ ശരീരം മുഴുവനും തടിച്ചു പൊങ്ങിയേനെ. എന്റെ അമ്മച്ചി. ഹണി, മുഴയാകെ തലയിൽ മാത്രമേ വരൂ. ബോഡി മുഴുവനും മുറിവായിരിക്കും. നീ ശരിക്കും ഒരു കഴുതയാണ്. നിനക്ക് ഇപ്പോഴും അത് സംശയമാണോ? എടാ ഇവനൊരു രജിസ്റ്റേർഡ് കഴുതയാണ്. കഴുതയാവുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കൊരു ബെസ്റ്റ് കഴുതയാവണ്ട. ഇപ്പത്തെ നീ ഒരു കഴുതയാണല്ലോ. കഴുതയാണല്ലോ. അത് അത് തന്നെ ധാരാളം. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്, ഇവൻ വെറും ഒരു പഞ്ചപാവമാണ്. കഴുതകളുടെ പേര് ചീത്തയാക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ നിങ്ങളെ Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.